നമസ്കാരം. ശരിയത്ത് ബാങ്കിന്റെ മറവിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഗൂഢാലോചനകൾക്കും നേതൃത്വം നൽകുന്നുവെന്ന ഗുരുതര ആരോപണത്തിൽ പ്രവാസി മലയാളി വ്യവസായി മുഹമ്മദ് ഷാജി മടത്തിലിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി ലഭിച്ചിരിക്കുന്നു. മലപ്പുറം കവളപ്പൊയ്ക സ്വദേശി അജി തോമസ് നൽകിയ ഈ പരാതി രാജ്യത്തിന്റെ സുരക്ഷാ വിഭാഗങ്ങളെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഒരുപോലെ ഞെട്ടിക്കുന്നതാണ്. വിദേശത്തിരുന്നു കൊണ്ട് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ക്രമസമാധാന നിലയ്ക്കും ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഗൂഢാലോചനകളുമാണ് ഇയാൾ നടത്തുന്നതെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. ദില്ലി ജന്തർ മന്ദറിൽ നടന്ന സമരങ്ങൾക്ക് പിന്നിലെ വൻതോതിലുള്ള ഫണ്ടിങ്ങും ഓസ്ട്രേലിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ മറവിലുള്ള കള്ളപ്പണ ഇടപാടുകളും സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കണമെന്നാണ് ഈ വിഷയത്തിലെ മുഖ്യ ആവശ്യം. CJP സമരത്തിൽ പങ്കെടുക്കാൻ ദുബായിൽ നിന്ന് 23 പേരെ ദില്ലിയിലേക്ക് അയച്ച സംഭവത്തിൽ ദുബായിൽ പ്രവർത്തിക്കുന്ന അബ്രേക്കോ ഫെയ്റ്റ് കമ്പനിയും അതിന്റെ ഉടമ മുഹമ്മദ് ഷാജിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. സമരത്തിൽ പങ്കെടുത്ത ഇർഷാദ്, അൻഫാസ്, ടോയോ എന്നിവരുൾപ്പെടെയുള്ള 23 പേരുടെ വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം എന്നിവയുടെ മുഴുവൻ ചെലവുകളും മുഹമ്മദ് ഷാജിയാണ് വഹിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. ദില്ലിയിൽ നടന്ന സമരത്തിനു ശേഷം സംഘടിപ്പിച്ച CJPയുടെ വിജയാഘോഷ പരിപാടിയിലും ഇവർ പങ്കെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെയാണ് സാമ്പത്തിക സഹായത്തിന്റെ ഉറവിടം സംബന്ധിച്ച കൂടുതൽ സംശയങ്ങൾ ഉയരുന്നത്. അതേസമയം ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ മുഹമ്മദ് ഷാജിക്ക് സാധിക്കില്ല എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നത്. ദുബായിൽ ചെക്ക് കേസും വഞ്ചനാ കേസും ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതിയായ മുഹമ്മദ് ഷാജിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും നിയമ നടപടികളും മുന്നോട്ടു പോകുമ്പോൾ അത് നേരിടുന്ന ഒരാൾ എന്തുകൊണ്ടാണ് വിദേശത്ത് നിന്ന് ഇത്രയും പേരെ ദില്ലിയിലേക്ക് സമരത്തിൽ പങ്കെടുക്കാൻ അയച്ചത്? ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക സഹായമോ ആസൂത്രിത നീക്കങ്ങളോ ഉണ്ടായിരുന്നോ എന്നതാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത്. പ്രതിഷേധം ശക്തമായിരിക്കുന്ന ദിവസങ്ങളിലാണ് 23 പേരും ഇന്ത്യയിലെത്തിയതെന്നും ഇവരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അയച്ചതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുന്നുണ്ട്. മുഹമ്മദ് ഷാജിയുടെ ദില്ലിയിലേക്ക് അയച്ച 23 പേരുടെയും യാത്ര, താമസം, മറ്റ് ചെലവുകൾ എന്നിവയ്ക്കായി ഉപയോഗിച്ച പണത്തിന്റെ ഉറവിടം എന്താണെന്ന്, ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ എന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു വരികയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ 23 മലയാളി പ്രവാസി തൊഴിലാളികൾ സമരം വിജയകരമായി അവസാനിപ്പിച്ചതോടെ തിരിച്ച് ദുബായിലേക്ക് മടങ്ങിയിരുന്നു. സമരം എത്ര ദിവസം നീണ്ടാലും വിദ്യാർത്ഥികൾക്കൊപ്പം തുടരുമെന്ന ഉറച്ച തീരുമാനത്തോടെയായിരുന്നു യാത്ര എന്നാണ് ഇവർ പറഞ്ഞത്. ലോകശ്രദ്ധ നേടിയ സമരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ജീവിതത്തിലെ അഭിമാന നിമിഷമാണെന്നും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ അറിയിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും സംഘം പ്രതികരിച്ചു. എന്നാൽ ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ചോദ്യം മറ്റൊന്നാണ്. ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ മുഹമ്മദ് ഷാജിക്ക് കഴിയുമോ? അദ്ദേഹത്തെ അടുത്തറിയുന്നവരുടെ വാദം പ്രകാരം അത് പ്രായോഗികമായി സാധ്യമല്ല. കാരണം ദുബായിൽ ചെക്ക് കേസും വഞ്ചനാ കേസും ഉൾപ്പെടെ വിവിധ നിയമപ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തി കൂടിയാണ് മുഹമ്മദ് ഷാജി. ഇതാണ് റിപ്പോർട്ടുകളിൽ നിന്നും ലഭിക്കുന്നത്. ഇതോടെ ആണ് അന്വേഷണത്തിന്റെ ശ്രദ്ധ സാമ്പത്തിക ഉറവിടത്തിലേക്കും തിരിയുന്നത്. മുഹമ്മദ് ഷാജി മടത്തിലെന്ന പ്രവാസി വ്യവസായിയുടെ ബിസിനസ് സാമ്രാജ്യവും സ്വാധീനവും വളരെയധികം വലുതാണ്. വിദേശ രാജ്യങ്ങളിൽ വിവിധ പ്രമുഖ കമ്പനികളുടെ ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ഇയാൾ തന്റെ കോടികളുടെ സമ്പത്തും ബിസിനസ് ശൃംഖലയും ഉപയോഗിച്ചാണ് രാജ്യവിരുദ്ധ ശക്തികളെ സഹായിക്കുന്നതെന്നാണ് പരാതിയിൽ ഉന്നയിക്കുന്ന പ്രധാന വാദം. പ്രവാസ ലോകത്ത് സമ്പത്ത് വാരിക്കൂട്ടിയ ഇത്തരക്കാർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണിത്. സാധാരണക്കാരായ പ്രവാസികളുടെ വിയർപ്പിന്റെ വിലയായല്ല, മറിച്ച് ദേശവിരുദ്ധ ശക്തികളുടെ കൈകളിലെ ഉപകരണമായാണ് ഇയാൾ പ്രവർത്തിക്കുന്നതെന്നും ഇതിലൂടെ വ്യക്തമാകുന്നു. പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ യാതൊരു കാരണവശാലും വെച്ചുറപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ്. ദില്ലി ജന്തർ മന്ദറിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന വിവിധ സമരങ്ങളും പ്രക്ഷോഭങ്ങളും യാദൃശ്ചികമല്ലെന്നും അവയ്ക്ക് പിന്നിൽ ആസൂത്രിതമായ വലിയ ഗൂഢാലോചനയുണ്ടെന്നും പരാതിയിൽ പറയുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമരക്കാരെ ദില്ലിയിൽ എത്തിക്കുന്നതിനും അവർക്ക് ആഡംബര താമസ സൗകര്യങ്ങളും ഭക്ഷണവും ഒരുക്കുന്നതിനും പിന്നിൽ ഷാജി മടത്തലിന്റെ വൻതോതിലുള്ള സാമ്പത്തിക പിന്തുണ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടാനും രാജ്യത്ത് നിരന്തരമായ കലാപങ്ങളും അശാന്തിയും സൃഷ്ടിക്കാനുമാണ് ഇത്തരം സമരങ്ങൾ വഴി ലക്ഷ്യമിട്ടിട്ടുള്ളത്. സാധാരണക്കാരായ സമരക്കാരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് വിദേശ ഫണ്ടിങ്ങിന്റെ ബലത്തിൽ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഈ ഗൂഢനീക്കം രാജ്യദ്രോഹ കുറ്റത്തിന് തുല്യമാണ്. ഈ ആരോപണങ്ങളിലെ ഏറ്റവും ഗൗരവകരമായ ഭാഗം ഓസ്ട്രേലിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്. ഇസ്ലാമിക് ശരീഅത്ത് ബാങ്ക് ഓസ്ട്രേലിയ, അമുസ്റ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്ഥാപകനാണ് മുഹമ്മദ് ഷാജി മടത്തൽ.
മതത്തിന്റെയും സാമ്പത്തിക സേവനങ്ങളുടെയും മറവിൽ ഇത്തരം സ്ഥാപനങ്ങൾ വഴി സ്വരൂപിക്കുന്ന കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലെ ദേശവിരുദ്ധ അട്ടിമറി പ്രവർത്തനങ്ങൾക്കായി തിരിച്ചുവിടുന്നു എന്നാണ് കണ്ടെത്തൽ. ബാങ്കിംഗ് സംവിധാനങ്ങളെയും അന്താരാഷ്ട്ര സാമ്പത്തിക ചട്ടങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കാനും അതുവഴി ഇന്ത്യയിൽ ഭീകരവാദത്തിനും ആഭ്യന്തര കലാപത്തിനും ഫണ്ട് ചെയ്യാനുമുള്ള ശ്രമങ്ങളാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. ഈ സാമ്പത്തിക ഇടപാടുകളുടെ ഉറവിടവും അതിന്റെ സഞ്ചാരപഥവും കണ്ടെത്താൻ അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണം ആവശ്യമാണ്. മലപ്പുറം കവളപ്പൊയ്ക സ്വദേശി അജി തോമസ് സമർപ്പിച്ചിരിക്കുന്ന പരാതിയിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അതിഗൗരവമായ വിവരങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ NIA, എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സ്, SFIO, ഇന്റലിജൻസ് ബ്യൂറോ തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ഷാജി മടത്തലിന്റെ സാമ്പത്തിക ഇടപാടുകളും അദ്ദേഹത്തിന് പിന്നിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളും രാജ്യത്തിനകത്തെ സഹായികളെയും കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടത്തണം. കുറ്റക്കാർ എത്രമാത്രം സ്വാധീനമുള്ളവരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ജനങ്ങളുടെ ആവശ്യവും ശക്തമാണ്. ലക്ഷക്കണക്കിന് മാന്യരായ പ്രവാസികൾ രാജ്യത്തിന് അഭിമാനമായി വിദേശത്ത് തൊഴിലെടുത്ത് ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില വ്യക്തികൾ സ്വന്തം രാജ്യത്തിനകത്ത് തന്നെ ആപത്തായി മാറുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും നിയമവ്യവസ്ഥയും വെല്ലുവിളിക്കുന്ന പ്രവാസികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിദേശത്ത് സുരക്ഷിതമായിരുന്ന് ഇന്ത്യയിൽ ചോരപ്പുഴ ഒഴുക്കാനും സർക്കാരിനെ അട്ടിമറിക്കാനും ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇടപെടൽ വഴി സാധിക്കുമെന്നാണ് വിശ്വാസം. രാജ്യസുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഇത്തരം ദേശവിരുദ്ധ നീക്കങ്ങളെ വേരോടെ പിഴുതെറിയാൻ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും ഉറപ്പാണ്. വിദേശത്ത് രൂപീകരിക്കുന്ന കമ്പനികളും ബാങ്കിംഗ് സംവിധാനങ്ങളും എങ്ങനെയാണ് ഇന്ത്യയിലെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ ഉപയോഗിക്കുന്നതെന്നത് ഗൗരവകരമായി പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. മുഹമ്മദ് ഷാജി മടത്തലിന്റെ ബിസിനസ് ഇടപാടുകൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്വയം പാപ്പരായി അഭിനയിക്കുകയാണോ ഇയാൾ, അതോ നിയമപ്രശ്നങ്ങളിൽ പെട്ട് കഴിയുകയാണോ എന്നൊക്കെയുള്ള രീതിയിൽ അഭിനയിക്കുകയാണോ എന്ന സംശയവും വരുന്നു. നിയമപരമായ ചട്ടക്കൂടുകളെയും നിക്ഷേപ മാതൃകകളെയും അട്ടിമറിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി മാത്രം ഫണ്ട് സ്വരൂപിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് നേരിട്ടുള്ള വെല്ലുവിളി കൂടിയാണ്. ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നും ആരെല്ലാമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തിയാൽ മാത്രമേ ഈ ഗൂഢാലോചനയുടെ പൂർണ്ണ ചിത്രം പുറത്തു വരൂ. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ അരങ്ങേറിയ വിവിധ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും യഥാർത്ഥ ഉറവിടങ്ങൾ തേടിയുള്ള അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് വിദേശ ഫണ്ടിങ്ങിലേക്കാണ്. പ്രാദേശികമായ ജനരോഷം എന്ന വ്യാജേന സംഘടിപ്പിക്കപ്പെട്ട പല സമരങ്ങൾക്കും പിന്നിൽ വൻതോതിലുള്ള വിദേശ പണം ഒഴുകുന്നുണ്ടായിരുന്നു. അജി തോമസിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നത് പോലെ ജന്തർ മന്ത്രിൽ നടന്ന സമരങ്ങളിൽ പങ്കെടുക്കാൻ ആളുകളെ കൂട്ടത്തോടെ എത്തിക്കുന്നതിനും അവർക്ക് എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും ഒരുക്കുന്നതിനും പിന്നിൽ ഷാജി മടത്തലിന്റെ സാമ്പത്തിക പിന്തുണയുണ്ട്. രാജ്യത്ത് നിരന്തരമായ അശാന്തിയും കലാപങ്ങളും സൃഷ്ടിച്ച് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ നടപ്പിലാക്കിയത്. ഓസ്ട്രേലിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും മാധ്യമങ്ങളും വഴി ഇന്ത്യക്കെതിരെ തെറ്റായ പ്രചാരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. ഇസ്ലാമിക് ശരിയത്ത് ബാങ്ക് ഓസ്ട്രേലിയ പോലുള്ള സംരംഭങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഇത്തരം സ്ഥാപനങ്ങൾ മതപരമായ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കലിന് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട്. വിദേശ മണ്ണിൽ സുരക്ഷിതരായിരുന്നു കൊണ്ട് ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരം ശക്തികൾക്ക് കൂച്ചുവിലങ്ങിടാൻ കേന്ദ്ര ഏജൻസികൾക്ക് സാധിക്കുമെന്നാണ് പ്രവാസികളും സാധാരണ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ആരെയും വെറുതെ വിടാൻ സർക്കാരുകൾ തയ്യാറാകില്ല. NIA, ED, SFIO, IB തുടങ്ങിയ പ്രമുഖ ഏജൻസികളുടെ സംയുക്ത അന്വേഷണം ഈ കേസിൽ ഉണ്ടാവുകയാണെങ്കിൽ പല നിർണായക വിവരങ്ങളും പുറത്തു വരുമെന്നത് ഉറപ്പാണ്. ഷാജി മടത്തലിന്റെ കമ്പനി ഡയറക്ടർഷിപ്പുകളും അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലെ സംശയാസ്പദമായ ഇടപാടുകളും ഇന്ത്യയിലെ വിവിധ സംഘടനകളുമായുള്ള ബന്ധവും കൃത്യമായി പരിശോധിക്കണം. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെയും ആഭ്യന്തര ക്രമസമാധാന നിലയെയും തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നത് ഭാവിയിലെ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും എതിരായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കും വിദേശത്ത് ദീർഘകാലം സുരക്ഷിതമായി കഴിയാൻ സാധിക്കില്ല എന്നതിൻ്റെ സന്ദേശമാവണം ഈ അന്വേഷണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ലഭിച്ചിരിക്കുന്ന പരാതിയിന്മേൽ അതിവേഗത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യസ്നേഹികളായ പ്രവാസികൾക്ക് അപമാനമായി മാറുന്ന ഇത്തരം ദേശവിരുദ്ധ ശക്തികളെ വേരോടെ പിഴുതെറിയേണ്ടത് അത്യന്താപേക്ഷിതം കൂടിയാണ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഏത് ഗൂഢനീക്കങ്ങളെയും ശക്തമായ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് നേരിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമെന്നതിൽ സംശയവുമില്ല. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെയും ആഭ്യന്തര സുരക്ഷയും വെല്ലുവിളിച്ചുകൊണ്ട് വിദേശത്തിരുന്നുകൊണ്ട് ഗൂഢാലോചന നടത്തുന്ന പ്രവാസി വ്യവസായി മുഹമ്മദ് ഷാജി മടത്തലിനെതിരെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പരാതി ദേശസുരക്ഷാ കാര്യങ്ങളിൽ അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്.
ശരിയത്ത് ബാങ്കിന്റെയും മറ്റ് പ്രമുഖ സ്ഥാപനങ്ങളുടെയും മറവിലുള്ള കള്ളപ്പണ ഇടപാടുകളും ജന്തർ മന്തർ സമരങ്ങൾക്ക് പിന്നിലെ അട്ടിമറി ഫണ്ടിങ്ങും കേന്ദ്ര ഏജൻസികൾ വേഗത്തിൽ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ സത്യം പുറത്തുവരികയും കുറ്റക്കാർ കടുത്ത ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുമെന്നതും ഉറപ്പാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.